ഭാഗത്ത് നിശബ്ദതയോടെ ഇരിക്കേണ്ടതാണ്. എല്ലാരും ചീട്ടെടുത്തോ? ആദ്യം വന്നത് കാക്കനാട് സൂസാമ ഉണ്ടോ? കാക്കനാട് സൂസാമ പോലെ ഞാൻ തന്നെയല്ലേ ആദ്യം. നമസ്കാരം ഡോക്ടറെ. കടന്നു വരും. എന്താണ് പേരെന്താണ്? എന്റെ പേര് കാക്കനാട് നിന്നുള്ള സൂസമ്മ. സ്കിറ്റ് അല്ലേ എഴുതിക്കൊണ്ട് വന്നിരിക്കുക. ഒരു പേന തരുമോ ആരെങ്കിലും? ഒരു പേന കിട്ടുമോ ഡോക്ടറെ? എന്റെ പ്രശ്നം അറിയുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പേരെന്താണ്? സൂസമ്മ. സൂസമ്മ. ഓക്കെ. സൂസമ്മക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഏകദേശം ഒരു 30-40 ഏകദേശം ആ ഒരു പ്രായം. ഓക്കെ. എന്താണ് പ്രശ്നം ഡോക്ടറെ? അതെ, എനിക്ക് ആകെപ്പാടെ ഒരു മനസ്സിനാകെപ്പാടെ ഒരു നീറ്റലാണ്. നീറ്റല്ല, നമുക്ക് വെള്ളം ഒഴിച്ച് കിടത്താം. അത് വന്നിട്ടുണ്ടല്ലോ ഡോക്ടറെ. ഞാൻ ഈ ചർച്ചിലെ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് എനിക്ക് പ്രശ്നം തുടങ്ങുന്നത്. എനിക്ക് സാക്ഷ്യം തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല. തുടങ്ങി കഴിഞ്ഞാൽ എന്റെ സ്ഥലകാലം പോലെ നഷ്ടപ്പെടും. ഞാൻ തുടങ്ങി അവസാനിക്കുമ്പോഴത്തേക്ക് പാസ്റ്റർ ആശീർവാദം പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഒരു രോഗമാണ്. ഇത് ശരിക്കും സാധാരണയായിട്ട് എല്ലാ പെന്തക്കോസ്ത് ചർച്ചിലും 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ, പൊതുവെ 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. പക്ഷെ ചില പുരുഷന്മാർക്കും അസുഖമുണ്ട്. അത് പ്രബോധനം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഓക്കെ. ഇതിന് പറയുന്ന പേരെന്തെന്ന് പറഞ്ഞാൽ സക്ഷീമാനിയ എന്നുള്ളൊരു അസുഖമാണ്, അല്ലെങ്കിൽ നിർത്തില്ലായ്മ എന്ന് പറയും. അത് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. ഓക്കെ. ഇതിന് മരുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ. നിങ്ങൾക്ക് VGPCയുടെ ഔട്ട്ലെറ്റ് അറിയാവോ? മെഡിക്കൽ സ്റ്റോർ. സിസ്റ്റർ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ. അവിടെ ചെന്നിട്ട് പേരെന്താന്ന് പറഞ്ഞേ? കാക്കനാട് നിന്ന് വന്ന സൂസമ്മ. കാക്കനാട് ഇപ്പോഴും ബസ്സൊക്കെ ആണ്. ഓക്കെ. അതിന്റെ ബസ് റൂട്ട് ഇല്ലാത്ത. ഓക്കെ. അപ്പൊ കാക്കനാട് വന്ന സൂസമ്മ ഇത് VGPCയുടെ ഔട്ട്ലെറ്റിൽ പോകണം. ഔട്ട്ലെറ്റിൽ പോയി ഞാൻ കുറിച്ചു തരാം. അതായത് അച്ചടക്കത്തിന്റെ ടാബ്ലറ്റ്, അതായത് 5 ഞായറാഴ്ച 5 നേരം കഴിക്കണം. ഓക്കെ. ആരാധനയ്ക്ക് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഇത് കഴിക്കണം. അത് 5 ഞായറാഴ്ച തുടർച്ചയായിട്ട് കഴിക്കണം. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദയുടെ സിറപ്പ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് 3 ഞായറാഴ്ച 3 നേരം കഴിക്കണം. ഓക്കെ. പിന്നെ ഇതുകൊണ്ട് മാറേണ്ടതാണ്. ഓക്കെ. ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ കൂടി ഇരിക്കുന്നിടത്ത് സഹോദരികൾ വരെ ഇരിപ്പുണ്ടോ? ഓക്കെ. അവരോട് പറയണം, ഇങ്ങനെ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ സാരിത്തുമ്പെ പിടിച്ചിട്ട് വലിക്കാൻ പറയണം. ഓക്കെ. പിന്നെ അവിടെ ആരെങ്കിലും മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ ഓക്കെ. ആ ബിജു സഹോദരനോട് പറയണം ആ മൈക്കിന്റെ വള്ളി അങ്ങ് ഓഫാകും. ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ അടുത്ത കൺസൾട്ടിങ് ടൈമിൽ വരിക. ഓക്കെ. ഓക്കെ. ഈ കാര്യങ്ങൾ തുടർച്ചയായ മരുന്ന് കഴിക്കുക. ഓക്കെ. നോക്കിയിട്ട് അത് നടക്കുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഓക്കെ. 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 ഔട്ട്ലെറ്റ് ഒന്ന് കാണിച്ചു. അടുത്ത പേഷ്യന്റ് വിളിക്കൂ. നേഴ്സ്. പത്തനാപുരത്തുനിന്ന് ശോശാമ ഉണ്ടോ? പത്തനാപുരത്തുനിന്ന് ശോശാമ. പത്തനാപുരത്തുനിന്ന് ശോശാമ. ശോശാമന്നല്ലേ? അല്ലേ? ശോശാമന്നല്ലോ. ഓക്കെ. ശോശാമയുടെ സ്ഥലം എവിടെയാണ്? പത്തനാപുരം. ശോശാമ. ഓക്കെ. എന്താണ് പ്രശ്നം? പറയൂ ഡോക്ടറെ. എനിക്ക് ആരാധനയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര ദഹനക്കേടാണ്. അതൊരു അസുഖമാണ് ഡോക്ടറെ. ഇത് അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഛർദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പോയി ഛർദിച്ചിട്ടോ? എന്താ പറയാ, സിസ്റ്ററിന് വല്ല ഛർദിക്കാൻ വരാറുണ്ടോ ഇങ്ങനെ ദഹനക്കേട് വരുമ്പോ? ഇല്ല. ഓക്കെ. അപ്പൊ ശോശാമ, ഇത് വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാള് പോലാണ്. അത് നമ്മുടെ സന്ധി മഞ്ചകളെ തുളച്ച് ചെല്ലുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതൊരു അസുഖം എന്നല്ല പറയുന്നത്, ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ വചനവുമായിട്ട് ശോശാമയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, വീട്ടിൽ നമ്മുടെ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ വേറെ പല ചിന്തകളാണ്. ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം. വേറെ വല്ല പ്രശ്നമുണ്ടോ ശോശാമയ്ക്ക്? ആരാധനയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നൊരു പുളിച്ച തകട്ടൽ പോലെ. പുളിച്ച തകട്ടൽ ഇതും ഈ പറയുന്ന സ്ത്രീ ജനങ്ങൾക്കും എല്ലാവർക്കും, പുരുഷ ജനങ്ങൾക്കും രണ്ടും ഇതിന് പ്രശ്നമൊന്നുമില്ല. 2 ജനങ്ങൾക്കും ഈ സംഭവം വചനം കേൾക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. വചനം വന്നു കഴിയുമ്പം അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അത് ഈ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഈ സന്ധി മഞ്ചകളെ തുളച്ചങ്ങോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ ആ ദഹനക്കേടിന്റെ അസുഖമുണ്ട്. അപ്പം വിക്ടറി ഗ്ലോബൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ വചനം എന്ന മായമില്ലാത്ത പാല് വാങ്ങണം. ഓക്കെ.
അത് അഭിഷേക തൈലത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കണം. അഭിഷേകം ഒക്കെ ഉണ്ടോ തൈലം? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞാല് ഈ പാസ്റ്റർ വാങ്ങിക്കാൻ കിട്ടുമോ? അതൊക്കെ അവിടെ മേടിക്കാൻ കിട്ടത്തില്ല. ഇത് പാസ്റ്ററിനെ കൊണ്ടൊന്ന് തലയിലൊന്ന് നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അത് ഈ ചില ലഗ്യോനിയൊക്കെ ഒന്ന് ഒഴിപ്പിച്ച് വിടണം, എന്നാലേ ഈ സാധനം അങ്ങോട്ട് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഈ അഭിഷേക തൈലത്തിന്റെ കൂടെ ചേർത്ത് ഈ വചനം ഈ ഔട്ട്ലെറ്റിൽ പോയിട്ട് വചനം എന്ന മായമില്ലാത്ത പാൽ കൂട്ടി കഴിക്കുക. എല്ലാ ഞായറാഴ്ചയും കഴിക്കണം. എല്ലാ ഞായറാഴ്ചയും കഴിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും മാനസാന്തരപ്പെട്ട് വരുന്നൊന്നുമല്ല. അടുത്ത ആളെ വിളിക്കുന്നേ. കുതിരവട്ടത്തും തങ്കമ്മയുണ്ടോ? കുതിരവട്ടത്തും തങ്കമ്മ. ഞാനാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് എനിക്ക് നല്ല സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കരുത്. കുതിരവട്ടം തങ്കമ്മ. സോറി ഡോക്ടർ, ഒരു മിനിറ്റ്. എന്നൊക്കെ കാശൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഒതുക്കിയിരിക്കുക. എന്താ പേരെന്താ പറഞ്ഞത്? തങ്കമ്മ ഫ്രം കുതിരവറ്റം. ഒരു കാര്യം പറഞ്ഞോട്ടെ പാസ്റ്റർ. പാസ്റ്റർ ഇല്ല, സോറി പാസ്റ്റർ മനസ്സിൽ വരുന്നേ. ഡോക്ടറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊക്കെ തങ്കമ്മ ഫ്രം കുതിരവറ്റം ആയാലും ഐ എം ബോൺ ഇൻ ജയ്പൂർ, രാജസ്ഥാൻ. അപ്പൊ മലയാളം ഇച്ചിരി മേടി പോവും, താഴെ പോവും, മിഡിൽ ഇച്ചിരി. അതെ, ഈ മരുന്നെന്ന് പറയുന്നത് ഈ ഭാഷ വെച്ചിട്ടല്ല വർക്കാവുന്നത്. ഇത് മനുഷ്യർക്ക് കൊടുക്കുന്നത് മരുന്ന്. അതുകൊണ്ട് ഈ ഭാഷ ഒരു പ്രശ്നമില്ല. തങ്കമ്മ പറഞ്ഞോളൂ, എന്താ തങ്കമ്മയുടെ പ്രശ്നം? എന്താണ് പ്രശ്നമൊക്കെ? എന്ത് പറയാനാണ്, ചിന്തിക്കുക. പക്ഷെ പറയാം. അല്ല, വൈകുന്നേരത്തേക്കൊന്നും പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. എന്തോക്ക് വല്ലാത്ത ഒരു ശക്തി പീച്ചേസ് കീച്ചുവാ. അത്രേ ഉള്ളൂ ഡോക്ടറെ. വീട്ടില് ടി വി ഉണ്ടോ? ചേടാ, ഈ ഡോക്ടർക്ക് എങ്ങനെ അറിയാം? ടി വി മാത്രമേ ഡോക്ടർ, എന്റെ അച്ചായ അവിടെ നെറ്റ്ഫ്ലിക്സ് പോലെ തിയേറ്റർ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല തങ്കമ്മയ്ക്ക്. അത് അത് മാത്രമല്ല, വീട്ടില് ടി വി എപ്പോഴും ഓണാണ്. CCTV ക്യാമറ വെച്ചിട്ടുണ്ട് ഡോക്ടറെ. എന്റെ ഭാര്യക്ക് ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും ടിവിയുടെ മുന്നിൽ തന്നെ. ഞാനും അതിൽ ഭയങ്കരമായിട്ട് ഭാരപ്പെടുന്ന ഒരു വിഷയമാണ്. ഓക്കെ, അപ്പം ഇത് വൈദ്യശാസ്ത്രത്തിൽ കണ്ണിടർച്ച അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ശ്വാസം നല്ലപോലെ വലിച്ചുവിടും, കുറച്ച് താഴോട്ടുവിടും, നല്ലപോലെ ഒന്നും കൂടി. ഓക്കെ. ഇപ്പൊ അസുഖത്തിന്റെ ഓക്കെ. അപ്പം ഇത് ഇപ്പൊ എല്ലാ ചർച്ചിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ആരാധനയുടെ ഇടയിലും ഈ ദേവദാസൻ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ ഈ മൊബൈൽ ഇങ്ങനെ എടുക്കും, എന്നിട്ട് മെസ്സേജ് എടുത്ത് തോണ്ടല. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് കേൾക്കണ്ടാത്ത എല്ലാ പരിപാടിയും കിടന്ന് തോണ്ടും. അതിന് ആ സമയത്താണ് മെസ്സേജ് അയക്കുക. പാസ്റ്റർ ഇതൊന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ എല്ലാ പാസ്റ്ററും എല്ലാ കഴിഞ്ഞില്ല. ഒരു ഇമ്പോർട്ടന്റ് കോളാണ്, ഞാൻ എടുത്തോട്ടെ പ്ലീസ്. അത് എടുത്തില്ലെങ്കിൽ ജീവൻ പോകും. എടുത്തു. ഹലോ തങ്കമ്മ, ഒരു മിനിറ്റ് തന്നു. തങ്കമ്മ, ഒരു മിനിറ്റ് വരും. ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കും. ഒരു മിനിറ്റ്, ഞാൻ ബാക്കി പറയട്ടെ. ഓക്കെ, അപ്പം ഈ പാസ്റ്റർമാര് മൊബൈൽ ജാമർ കൊണ്ടുവരാനായിട്ട് ഇരിക്കുക. കാരണം ഈ സംഭവങ്ങൾ കാരണമേ ഈ ആൾക്കാരുടെ മൊബൈലിന്റെ പരിപാടി. ഓക്കെ, തങ്കമ്മ ഒരു കാര്യം ചെയ്യണം. തങ്കമ്മയുടെ ഈ രോഗം എല്ലാം മാറും. ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? 100% ഷുവർ ആണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം ഡോക്ടർ. ഓക്കെ, അതായത് ആ ടി വി അവിടെ നിന്ന് എടുത്ത് മാറ്റണം. പറ്റുമോ? എന്തോ? ആ ടി വി അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഞാൻ ഫോൺ സൈലന്റ് വെച്ചാൽ ഒരു കോള് വരുന്നുണ്ട്, തിരിച്ച് ഞാൻ അച്ചായ വിളിക്കും. അച്ചായ കമ്പിളിപ്പോതൊക്കെ കേൾക്കുന്നില്ല. ഇതും ഗുണപ്പെട്ടിട്ടൊന്നും വരുന്നതല്ല. മനുഷ്യന് സമയം കളഞ്ഞേ. ഇങ്ങനെയുള്ള കുതിരവട്ടത്തുള്ള സാധനത്തിനല്ലാതെ വേറെ നല്ല രോഗികളെ വല്ലതും വിടാമോ? ജോൺ ഡേവിഡ്.
ഞാനല്ലേ ഡോക്ടർ, നിങ്ങൾ വെക്കോ? ഡോക്ടർ കുഴിമന്തി. ഞാൻ കുഴിക്കൽ. കുഴിക്കൽ. ഓക്കെ. കുഴിമൂട്ടിൽ. മൂട്ടിൽ. മൂട്ടിൽ. ഓക്കെ. കുഴിമൂട്ടിൽ. കുഴിമന്തി അല്ല, കുഴിമന്തി. ഓക്കെ. എന്താണ് പ്രശ്നം? എന്താണ് ചെയ്യുന്നത്? ഡോക്ടർ, ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം. എന്താണ്? I sleep in church. Yeah. ശ്വാസം നല്ലപോലെ വലിച്ചു വിട്ടേ, താത്തു വിട്ടെ. നിങ്ങൾക്ക് കാര്യമായ എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ. എന്തോ പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക്. എന്തോ നിങ്ങളുടെ ഒന്നും വർക്കാവുന്നില്ലല്ലോ. It's not working. ഒന്നും വർക്കാവുന്നില്ലല്ലോ. Can you try one more time? വർക്കാവുന്നില്ല, ശരിക്കും വർക്കാവുന്നില്ല. നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട്. Doctor, സോറി, വെച്ചില്ല. ഒന്ന് വലിച്ചിട്ടെ, താത്തുട്ടെ. any problem? സോറി, എന്റെ പേരെന്താ പറഞ്ഞേ? John David from UK. പ്രാർത്ഥന ഇരിക്കുമ്പം ഉറക്കം. Yes. അത് ഈ എപ്പോഴൊക്കെയാണ് ഈ ഉറക്കം വരുന്നത്? Prayer exhortation message. മെസ്സേജ് എടുക്കുമ്പോഴേ, വചനം എടുക്കുമ്പോഴേ, സങ്കീർത്തനം എടുക്കുമ്പോഴേ ഉറക്കം. Yes. ഈ ആരാധന സമയത്ത് ഉറക്കമുണ്ടോ? That's the one thing I hate. The keyboard is very loud. The drums are smashing it, and people are clapping their hands very. അപ്പം ഈ നോയ്സ് ഉള്ളപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല. Yes, exactly. സ്തോത്രം കർത്താവേ, അപ്പോഴെങ്കിലും ഇങ്ങനെ ഉറങ്ങുന്നില്ലല്ലോ. If I had that person, ഡ്രംസ് കണ്ടുപിടിച്ചവന് നന്ദി. if I had the person that had drums, I would crunch them like papada. അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഇതിന് നാഡീപേശി ഡിസോർഡർ എന്ന് പറയും. Doctor, can you say I can't understand this now? ഉത്സാഹമില്ലായ്മ. Okay. അതായത് ആരാധനയ്ക്കും ചർച്ചിലും വരാൻ ഉത്സാഹം ഇല്ല. Okay. ഓക്കെ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഇതിനൊരു എപ്പോഴാണ് നിങ്ങളുടെ അവിടുത്തെ ആരാധന? സൺഡേ ആണോ, ഫ്രൈഡേ ആണോ? Sunday. സൺഡേ. അപ്പൊ സാറ്റർഡേ എപ്പോഴാണ് ഉറങ്ങുന്നത്? 2 a.m. in the night. Yeah. 2 മണി വരെ മൊബൈലും. I have a lot of contacts, you know. The people calling me. തൊണ്ടി എരിയും. ആ ത്വരയാണ്. മൊബൈൽ ഇങ്ങനെ നോക്കി രാത്രി മൊത്തം ഉറങ്ങത്തില്ല. എന്നിട്ട് വചനം പറയുമ്പോഴും സങ്കീർത്തനം പറയുമ്പോഴും കിടന്ന് നല്ല പോലെ കിടന്നുറങ്ങും. Yes. ഉറക്കം വരികയോ? Sometimes. ഓക്കെ, ഇതിന് പ്രതിവിധി ഉണ്ട്. Okay, what is the treatment? എന്ന് വെച്ചാൽ വ്യായാമം ചെയ്യും, എക്സസൈസ് ചെയ്യൂ. With my hands. ഹാൻഡ്സ് വെച്ചിട്ടൊന്നല്ല, വാ വെച്ചിട്ട്. പറ്റുമോ? Let's hear it. അതായത് ഈ ആരാധന ഇടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം എന്ന് ഉറക്കെ പറയണം. എന്ത്? Hallelujah stotram. ഹല്ലേലൂയ. With that loud? ഉറക്കെ ലൗഡ് പറയണം. Loud. Hallelujah stotram. അത് പറയുമ്പോ പാസ്റ്റർക്ക് മെസ്സേജ് എടുക്കാൻ ഒരു എൻകറേജ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഒരു പ്രതിഫലം ഉണ്ടാവും. What's that gift? കാരണം അടുത്തിരുന്ന് കിടന്ന് ഉറങ്ങുമല്ലേ ആൾക്കാരെ, അവരെ ഉണർത്തിയതിനുള്ള പ്രത്യേക പുരസ്കാരവും പ്രതിഫലവും ദൈവം അവിടെ ചെല്ലുമ്പോ തരും. ഓക്കെ, ജോണ് വിഷമിക്കൊന്നും വേണ്ട. Okay. ഓക്കെ, Okay. See, thank you. മാറിയില്ലെങ്കിൽ അടുത്ത തവണ വരിക. Thank you, Doctor. കുഴിമന്തി അല്ല, കുഴിമൂട്ടിൽ. Okay. ഹലോ, ഗ്ലാസ്. ഇനി എത്ര പേഷ്യൻസ് ഉണ്ട്? ഇനി 2 പേരുണ്ട്. ഓക്കെ, പെട്ടെന്ന് വിളി. സമയം പോകുന്നു. പാസ്റ്റർ കയ്യിലൊക്കെ നോക്കും. പെട്ടെന്നാട്ടെ. മറിയാമ്മ കുര്യാക്കോസ് മലബാറിന്ന്. മക്കളെ, മറിയാമ്മ വിളിക്കാത്തെ ഞാൻ കുറെ ലാസ്റ്റ് വിളിക്കാം. ഓക്കെ. സന്തോഷം. ഇരിക്കൂ. സാധാരണ ചർച്ചിലൊക്കെ സ്കിറ്റ് പോയി. ഓക്കെ, സാധാരണ ഈ ഹോസ്പിറ്റലിലൊക്കെ ഒന്നുകിൽ ഭാര്യ വരും അല്ലെങ്കിൽ ഭർത്താവ് വരും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ടപ്പം, ഭാര്യയും ഭർത്താവും കൂടി വന്നത് കണ്ടപ്പം ഭയങ്കര സന്തോഷം. എന്താണ് പേരെന്താണ്? മറിയാമ്മ. മറിയാമ്മയും കുര്യാക്കോസും. കൊള്ളാം, നല്ല പേര്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഞങ്ങളുടെ പ്രശ്നം? എന്താന്ന് വെച്ചാല് ഞങ്ങള് ചർച്ചിൽ പോകുമ്പം ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. ചർച്ചില് പുരുഷന്മാര് വേറൊരു സ്ഥലത്ത്, പെണ്ണുങ്ങള് വേറൊരു സ്ഥലത്ത്, അങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളേ. കാര്യം മനസ്സിലായി. അതായത് നിങ്ങള് ചർച്ചില് അസുഖമാണ്. കൊള്ളാം. അത് സഭയിൽ വന്ന നിങ്ങള് പാസ്റ്റർ പെണ്ണുങ്ങളുടെ സ്ഥലത്തും ആണുങ്ങളുടെ സ്ഥലത്തും ഇരുത്തും.
പക്ഷെ നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങൾ സഭയിലുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട്. ഇത് ശരിക്കും അസുഖമൊന്നുമല്ല, അസുഖമല്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എന്താ സംഭവം എന്നറിയോ? ഈ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഈ പാസ്റ്റർ മെസ്സേജ് എടുക്കുമ്പം എന്തെങ്കിലും പറയും. അപ്പൊ ഭാര്യ ഒരു പിച്ച് കൊടുക്കും ഭർത്താവ്, പറയും നിങ്ങൾക്ക് ഇട്ടാ കുത്തിയത്. നേരെ തിരിച്ച് വേറൊരു മെസ്സേജ് എന്തെങ്കിലും കിട്ടിയാൽ നേരെ ഭർത്താവ് ഭാര്യയ്ക്ക് കുത്തു കൊടുക്കും, പിച്ച് കൊടുക്കും. എന്നിട്ട് പറയും ഇത് നിങ്ങൾക്ക് വേണ്ടിയാ പറഞ്ഞതെന്ന് പറയും. ഞങ്ങൾ അങ്ങനൊന്നും അല്ല. പറയട്ടെ. പിന്നെ അടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ സംസാരമാണ്. ഈ ആരാധന കഴിഞ്ഞിട്ട് ടെസ്കോയിൽ പോകണം, സെയിൻസ്ബറിയിൽ പോകണം, അത് വാങ്ങിയിട്ടില്ല, കൊച്ചിന് അത് വാങ്ങിയിട്ടില്ല, സീരിയൽ വാങ്ങിയിട്ടില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ എക്സ്പീരിയൻസാണ്. ഓക്കെ, അതുകൊണ്ട് പാസ്റ്റർ ഒരു തീരുമാനം എടുത്തു. എല്ലാ സഭകളിലും ഇപ്പം പെണ്ണുങ്ങളെ സ്ഥലത്തും ആണുങ്ങളുടെ സ്ഥലത്ത് ഇരുത്തുന്നു. പിന്നെ ഇത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? 2 മാസമായതിന്റെ പ്രശ്നമാണ്. കാലക്രമേണ കുര്യാക്കോസ് എന്ന് പറയും ഈ മാറ്റിയിരുത്തത് നന്നായെന്ന് പറയും. അത് ഇതിപ്പോ 2 മാസമേ ആയുള്ളൂ. ഇത് കാലക്രമേണ കഴിയുമ്പം ഏറ്റവും സമാധാനം കിട്ടുന്നത് ചർച്ച വരുമ്പോഴായിരിക്കും. കാരണം 2 സൈഡിലാണ് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. നിങ്ങൾ കുറെ കഴിയുമ്പം ഓക്കെ ആയിക്കോളും. ഓക്കെ, സന്തോഷത്തോടെ പോയിട്ട്. ഓക്കെ, അമ്മച്ചി കേട്ടോ. കുഞ്ഞമ്മ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലടി മോളെ. അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചു, ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്കും. ഞാൻ ഇറങ്ങാടി. നീ എവിടുന്നപ്പം ഇവിടെയാന്നോ ഇരിക്കണ്ടേ? അമ്മച്ചിയുടെ പേരെന്താ? അമ്മച്ചിയുടെ പേരെന്താ? കുഞ്ഞമ്മ. മക്കളെ കുഞ്ഞമ്മ. ഞാൻ എന്താണ് ഈ ഓക്കെ കുഞ്ഞമ്മ സംസാരിക്കുക. എന്താണ് പ്രശ്നം? എനിക്ക് ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പാട്ട് പാടും. ഇപ്പൊ എത്ര വയസ്സായി? 10-90 വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് പാട്ട് പാടുന്ന ഒരു രോഗമൊന്നുമല്ല കേട്ടോ, ഇതൊരു ശീലം മാത്രമാണ്. സാധാരണ ഈ 65 വയസ്സിന് ശേഷമുള്ള ചർച്ചിലുള്ളവർക്കാണ് ഈ പാട്ട് പാടുന്ന അസുഖം. അതല്ല മോനെ എന്റെ പ്രശ്നം. പാസ്റ്റർ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പിന്നെ ഞാൻ അങ്ങ് പാടും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പും ഞാൻ പാടും. ഓക്കെ, അതൊരു പ്രശ്നം തന്നെയാണ്. അതൊരു അസുഖം തന്നെയാണ്. അപ്പൊ കുഞ്ഞമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അത് അതെ, അത് ഞാൻ ചോദിച്ചോട്ടെ. ഈ കുഞ്ഞമ്മ ഗാനമേള ട്രൂപ്പിൽ നിന്ന് വല്ലതുമായിരുന്നോ നേരത്തെ? സാധാരണ ഈ ഗാനമേള ട്രൂപ്പിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർക്കാണ് ഇമാതിരി അസുഖങ്ങൾ ഇച്ചിരി. ഓക്കെ, ഈ അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 മക്കളുണ്ട്. അവരുടെ കെട്ടിയവന്മാര് 4 പേര്, പിന്നെ കൊച്ചുമക്കള് കുറെ. അങ്ങനെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ മറക്കാൻ പറ്റുമോ മക്കളെ? ഓക്കെ, അപ്പൊ കുഞ്ഞമ്മയ്ക്ക് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞു? എനിക്ക് 4 മക്കള്, അവരുടെ മരുമക്കള് 16 കൊച്ചുമക്കള്. അപ്പം കുഞ്ഞമ്മ, ഇതൊരു പ്രശ്നമൊന്നുമല്ല, പ്രായത്തിന്റെ ഒരു വലിയ ഒരു പ്രശ്നമാണ്. ഈ വിക്ടറി ഗ്ലോബൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അതെന്തുവാടാ? അത് നേഴ്സ് കാണിച്ചു തരും. അതൊരു ഔട്ട്ലെറ്റ് ആട്ടോ. ഔട്ട്ലെറ്റ് അവിടെ ചെന്നാൽ മരുന്ന് കിട്ടും. ഓക്കെ, മരുന്ന് എന്ന് പറഞ്ഞാല് ഈ അവിടെ ചെന്നിട്ട് യേശുവിന്റെ രക്തം ജയമെന്ന് പറയുന്ന ഔഷധം വാങ്ങണം. ഓക്കെ, യേശുവിന്റെ രക്തം ജയം എന്ന് പറയുന്ന ഔഷധം വാങ്ങണം. ഈ ഔഷധം ഇതിങ്ങനെ നമുക്ക് ഈ പറയില്ല, ഈ പാട്ട് പാടാൻ തോന്നുമ്പോഴേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം എന്ന് പറയണം. അപ്പം ശരിയാവൂന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചിയുടെ അടുത്ത് കുറെ പെണ്ണുങ്ങളുണ്ട്. അവരോട് പറയണം, ഇമാതിരി പാട്ട് പാടുമ്പോഴുണ്ടല്ലോ അടുത്ത് നിന്ന് പിച്ചാൻ പറയാം. ഓക്കെ, എന്നിട്ടും മാറിയില്ല എങ്കിൽ പാസ്റ്ററിനോട് പറഞ്ഞേക്കണം, കുഞ്ഞമ്മ എണീക്കുമ്പോ സ്തോത്രം 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ടും കുഞ്ഞമ്മ രക്ഷപ്പെട്ടില്ലെങ്കിലും സഭയിലുള്ള മറ്റുള്ളവർ എന്താണെങ്കിലും രക്ഷപ്പെടും.
എന്നാ അപ്പൊ പിന്നെ ഇത് ഈ അമ്മച്ചി ഒന്ന് കൊണ്ടുപോണേ, ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കണേ. ഓക്കെ, ഒന്ന് എഴുതേപ്പിക്കടി മോളെ, ഇങ്ങ് വാ. ഉടയാതെ കൊണ്ടുപോകണം കേട്ടോ. അയ്യോ ആയില്ലയോ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓ കഴിഞ്ഞു ഇന്നത്തെ എല്ലാം. സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് പറഞ്ഞു പറഞ്ഞു? എങ്ങനെ സാറിനെ പോലെ നല്ലൊരു ഡോക്ടറാണ്? എന്നെ പോലെ നല്ല ഡോക്ടർ ആവണമെങ്കിൽ 3 കാര്യം പഠിച്ചിരിക്കണം. എന്താ 3 കാര്യം? ഒന്നാമത്തെ കാര്യം എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. രണ്ടാമത്തെ കാര്യം അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ. മൂന്നാമത്തെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ, രണ്ടാമത്തെ വാക്ക്. മൂന്നാമത്തെ ഇച്ചിരി പാടാണ്, പക്ഷെ എന്നാലും ഇത് പറയണം. ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.